ഹലോ ഫ്രണ്ട്സ്, ഒരു പുതിയ ടാബ് ഒന്ന് കിട്ടിയപ്പം നിങ്ങളെയും കൊണ്ടൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ച്. ഒറ്റീറ്റോ കമ്പനി, അതിൻ്റെ അത്യാവശ്യം നല്ലൊരു പാക്കിംഗ് ഒക്കെയാണ്, നല്ലൊരു കട്ടിയുള്ളൊരു പാക്കിംഗ് ഒക്കെയാണ്, കട്ടിയുള്ളൊരു കവറിട്ടാണ് പാക്കിംഗ്. അതിൻ്റെ കവറിൽ തന്നെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്, മെമ്മറിയും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ടാബ്. നല്ല അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉള്ള അതിൻ്റെ ഒരു ഫ്രണ്ടിലൊരു സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇളക്കി കളയാം. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഉള്ളതാണ്. ബാക്ക് ചെറിയൊരു ഗ്രേ കളറ് ഒക്കെ ആയിട്ട് നല്ലൊരു എൻ്റെ ഫ്രണ്ട് ക്യാമറയാണിത്. പിന്നെ ബാക്ക് ക്യാമറ അത്യാവശ്യം നമ്മുടെ മൊബൈലിലൊക്കെ ഉള്ള പോലത്തെ ഒരു ഡിസൈനാണ്. ക്യാമറ വലിയൊരു ക്ലിയർ പറയാനില്ല, ഫ്രണ്ടും ബാക്കും വലിയൊരു ക്ലിയർ പറയാനില്ല, എങ്കിലും അത്യാവശ്യം ഉപയോഗിക്കാം. പിന്നെ അതിനൊരു കീബോർഡ് അതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. കീബോർഡ് എന്ന് പറഞ്ഞാൽ കീബോർഡിന് മുമ്പായിട്ട് ഇത് അതിൻ്റെ സ്ക്രീൻ ഗാർഡാണ്, ഒരെണ്ണം അതിൽ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ ഒരെണ്ണം തരുന്നതാണ്. എന്തെങ്കിലും കുറേ നാൾക്ക് ശേഷം എന്തെങ്കിലും സ്ക്രാച്ചൊക്കെ വന്നാൽ നമുക്കത് മാറ്റി ഈ സ്ക്രീൻ ഗാർഡ് അതിൽ ഒട്ടിക്കാം. ഇതാണ് അതിൻ്റെ കീബോർഡ്. കീബോർഡ് എന്ന് പറഞ്ഞാൽ തീരെ വെയിറ്റ് ഇല്ല, നമ്മളൊരു പേപ്പർ കഷ്ണം എടുക്കുന്ന പോലെ ഉണ്ടാവും. തീരെ വെയിറ്റ് ഇല്ലാത്ത ഒരു കീബോർഡാണ്. അത്യാവശ്യം കമ്പ്യൂട്ടറിലും ലാപ്ടോപ്പിലൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ ഒരു കീബോർഡ്. അതാണ് അതിൻ്റെ ഓണാക്കുന്ന ബട്ടൺ, കണക്റ്റ് ബട്ടനൊക്കെ അവിടെയാണ്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കീബോർഡാണ്. നമുക്ക് ഈ ടാബിന് ഉപയോഗിക്കാൻ പറ്റുന്ന, അതിൻ്റെ ബാക്കിൽ ഒരു സിൽവർ കളറൊക്കെയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സാധനമാണ് കീബോർഡ്. പിന്നെ ഇത് അതിൻ്റെ സാധാരണ മൊബൈലിലൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടാറുള്ള പോലത്തെ വാറൻറ്റിയോ ഗ്യാരൻറ്റിയോ ഒക്കെയുള്ള പേപ്പറായിരിക്കും. അറബിയാണ് അതിൽ മൊത്തം എഴുതിയിരിക്കുന്നത്, കാരണം ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ടാബായതുകൊണ്ടാവാം. അതിൻ്റെ വൈഫൈയും ബ്ലൂടൂത്തും മറ്റ് കണക്ഷൻസൊക്കെ എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് അതിൻ്റെ ചാർജിങ് കേബിളാണ്. ചാർജിങ് കേബിൾ അത്യാവശ്യം നീളമുള്ള വയറാണ്. പിന്നെ ചാർജറിൽ എത്ര പവറാണെന്നുള്ളത് കാണാൻ കഴിയുന്നില്ല. അത്യാവശ്യം സാധാരണ നമ്മൾ മൊബൈലൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ ഒരു ചാർജറാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അവർ ഒരു അഡാപ്റ്റർ കൊടുക്കുന്നുണ്ട്. നമ്മുടെ USB ഒക്കെ ടാബിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ USB ഡയറക്റ്റ് ടാബിൽ കണക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അത് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ളൊരു അഡാപ്റ്ററാണ്. പിന്നെ ഒരു പെൻ അതിൻ്റെ കൂടെ ഉണ്ട്. പെന്നിപ്പോൾ നമുക്കറിയാം, ടാബിലൊക്കെ ടച്ചിന് ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഈ ഭാഗം കൊണ്ട് സ്ക്രീനിൽ ടച്ച് ചെയ്താൽ അത് ഉപയോഗിക്കാൻ കഴിയും, ടച്ച് വർക്കാവും. സാധാരണ മറ്റ് പേനയൊന്നും ഉപയോഗിച്ചാൽ ടച്ച് വർക്കാവുന്നതല്ലല്ലോ. പിന്നെ അത്യാവശ്യം പേന കൊണ്ട് നമുക്ക് എഴുതാനും കഴിയുന്ന രൂപത്തിലുള്ള രണ്ട് ഉപയോഗത്തിന് പറ്റുന്നൊരു പേനയാണ് അതിൻ്റെ കൂടെ ഉള്ളത്. പിന്നെ മൗസ്, സാധാ ഉള്ളതുപോലെ ഒരു മൗസ്, വലിയ വെയിറ്റ് ഒന്നും ഇല്ലാത്ത. അത് ബാറ്ററി ഉണ്ട്, ചെറിയ 2 ബാറ്ററിയാണ്. സാധാ ക്ലോക്കിനൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ ബാറ്ററി അല്ല, ചെറിയ റിമോട്ടിനൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ ചെറിയ ബാറ്ററിയാണ്. മൗസ് അത്യാവശ്യം നല്ലൊരു, അതും വെയിറ്റ് കുറവാണെങ്കിലും നല്ലൊരു, ഉപയോഗിച്ചിട്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത നല്ലൊരു മൗസ് അതിൻ്റെ കൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് സാധാരണ നമ്മൾ മൊബൈലിലൊക്കെ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കാൻ നേരത്തൊരു നൈസ് പേപ്പറിട്ട് ഡിസ്പ്ലേ ഒന്ന് ക്ലീൻ ആക്കുമല്ലോ, ആ പേപ്പറാണ്. അവർ നമുക്ക് തന്ന സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കണമെങ്കിൽ ഇത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഒട്ടിക്കാം. പിന്നെ നമുക്കിനി ആ ടാബ് ഒന്ന് ഈ കീബോർഡുമായി ഒന്ന് കണക്ട് ചെയ്യാം. കീബോർഡ്, മൗസ്, മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് ഒന്ന് ഓണാക്കി കാണിക്കാം ഞാൻ. ഈ സ്ക്രീൻ ഗാർഡ് നമുക്ക് ആവശ്യമില്ല, ഇതവർ ആദ്യം സേഫ്റ്റിക്ക് വേണ്ടി ഒട്ടിച്ചു തരുന്നതാണ്. അത് നമ്മൾ മാറ്റി നമുക്കത് അതിൻ്റെ സൈഡിൽ സാധാ ഉള്ളതുപോലെ തന്നെ സൈഡിലാണ് ഓണാക്കുന്ന ബട്ടൺ. നമുക്കതൊന്ന് ഓണാക്കി നോക്കാം. ഓണായി വരുന്നുണ്ട്. ഒരു ടീറ്റോ പവേർഡ് ബൈ ആൻഡ്രോയിഡ്. വലിയൊരു താമസമുള്ളതായി തോന്നിയില്ല. സാധാ ചില ഫോണും ടാബും ഒക്കെ ഓണായി വരുന്നത് പോലത്തെ അത്രയും ഒരു ടൈം എടുത്തില്ല, പെട്ടെന്ന് തന്നെ ഓണായി വന്നു. ഇതാണ് അതിൻ്റെ ഫ്രണ്ടിലത്തെ പേജ്. ഇതാണ് ഓണായി വരുമ്പോൾ ഉള്ള പേജ്. ഈ രൂപത്തിലാണ് കാണാൻ കഴിയുക. സ്ക്രീന് ടച്ച് ഒരു 100% സ്മൂത്ത് പറയാനില്ല. നമ്മൾ സാംസങ് മറ്റ് കുറേ കമ്പനികളുണ്ടല്ലോ, അതൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ IQ അതുപോലത്തെയൊക്കെ ഒരു SUS അങ്ങനത്തെ ഒരു സ്മൂത്ത് ആൻഡ്രോയിഡിന് പറയാനില്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല. അത്യാവശ്യം കാര്യങ്ങളൊക്കെ അതിനകത്ത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഫോട്ടോ എഡിറ്റിങ്, വീഡിയോ എഡിറ്റിങ്, അങ്ങനത്തെ വലിയ ആപ്ലിക്കേഷൻസ് ഒന്നും കയറ്റാതെ ചെറിയ രൂപത്തിൽ 512 GB ആണല്ലോ റോം ഉള്ളത്. അപ്പം 8 GB റാമുമാണുള്ളത്. അപ്പം അതിനനുസരിച്ചുള്ളൊരു
പെർഫോമൻസ് ഉണ്ട്. പിന്നെ ടച്ചിൻ്റെ ഒരു സ്മൂത്ത് എനിക്ക് തോന്നിയില്ല, എനിക്ക് അനുഭവപ്പെട്ടില്ല. ടച്ച് അത്രയും ഒരു സ്മൂത്തായി എനിക്ക് അനുഭവപ്പെട്ടില്ല. പിന്നെ നമുക്കിനി അത് നമ്മുടെ കീബോർഡും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ഇത് ലാപ്ടോപ്പിൻ്റെ മോഡലിൽ ചരിച്ച് ഇങ്ങനെ നമുക്ക് വെക്കാൻ കഴിയും. അതിനവരൊരു പൗച്ച് ഇതിൻ്റെ കൂടെ തരും. അത് വെച്ചിട്ട് അത് മടക്കി ലാപ്ടോപ്പിൻ്റെ രൂപത്തിൽ നമുക്കിത് ചരിച്ച് വെക്കാൻ കഴിയും. അതിപ്പോൾ ഞാനൊന്ന് വെച്ച് കാണിക്കാം നിങ്ങളെ. ഇപ്പോൾ ടാബ് ഇരിക്കുന്നത് ലാപ്ടോപ്പിൽ അതിൻ്റെ പൗച്ചിൽ ഇങ്ങനെ ചാരി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഒരു ലാപ്ടോപ്പിൻ്റെ ഫീല് നമുക്കുണ്ടാവും. അപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി ടാബിൻ്റെ ബ്ലൂടൂത്ത് ഓണാക്കുക. കീബോർഡിൽ ആ കാണുന്ന ബട്ടൺ ഓണാക്കുന്ന ബട്ടൺ ഉണ്ടാവും. അത് ഓണാക്കിയതിന് ശേഷം കണക്റ്റ് ബട്ടൺ ഉണ്ടാവും. അതിൽ ഞെക്കിയാൽ ഓട്ടോമാറ്റിക്കായി നമ്മൾ ഹെഡ്സെറ്റും മറ്റു കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുന്ന പോലെ തന്നെ ടാബ് വഴി നമുക്ക് ആ കീബോർഡ് കണക്ട് ചെയ്യാൻ കഴിയും. കീബോർഡും മൗസും അങ്ങനെ തന്നെ. മൗസിൽ പ്രത്യേകിച്ചൊരു ബട്ടൺ ഇല്ല. ടാബിലെ ബ്ലൂടൂത്ത് ഓണാക്കുമ്പോൾ തന്നെ മൗസിലെയും ഓട്ടോമാറ്റിക്കായി ഓണായി അത് കണക്റ്റ് ആവും. മൗസ് ഇപ്പോൾ വർക്ക് ആകുന്നുണ്ട്. മൗസിൻ്റെ ആരോ മാർക്ക് നമുക്ക് സ്ക്രീനിൽ കാണാം. ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് വർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ആരോ മാർക്ക് വർക്ക് ചെയ്യുന്നത് കാണാം. ഇനി കീബോർഡിൽ നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത്, നമുക്ക് എങ്ങനെയാണെങ്കിലും മെസ്സേജ് ആണെങ്കിലും വാട്സപ്പ് ആണെങ്കിലും ഗൂഗിളിലെ സെർച്ച് ആണെങ്കിലും എല്ലാം നമുക്ക് ഈ രൂപത്തിൽ കീബോർഡ് ഉപയോഗിച്ച് സെർച്ച് ചെയ്യാനും മൗസ് ഉപയോഗിച്ച് അതിൻ്റെ കാര്യങ്ങൾ നീക്കാനും ഒക്കെ കഴിയും. ഞാനിപ്പോൾ ഒരു സാമ്പിളിന് വേണ്ടി ചുമ്മാ ഒന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പം വലിയൊരു സ്മൂത്ത്നെസ് ടച്ചിൽ പറയാനില്ല. പിന്നെ അത്യാവശ്യം നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം. മെമ്മറി 512 GB മെമ്മറി ഉണ്ട്, 8 GB റാമുണ്ട്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ടാബാണെന്നാണ് എനിക്ക് മനസ്സിലായത്. 100% ഒരു ആൻഡ്രോയിഡിൻ്റെ ഒരു ഫീല് എനിക്ക് അനുഭവപ്പെട്ടില്ല. എന്നാലും നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.